നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഡിവൈഎഫ്ഐ AKG യൂണിറ്റിന്റെയും റെഡ് ബോയ്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ പുലാക്കോട് AUP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വിദ്യാലയത്തിലേക്ക് എത്തുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായാണ് പുലാക്കോട് UP സ്കൂളിൽ ഡിവൈഎഫ്ഐ AKG യൂണിറ്റിന്റെയും റെഡ് ബോയ്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. പങ്ങാരപ്പള്ളി LC സെക്രട്ടറി ശ്രീകുമാർ ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്ലാക്കോട് LP സ്കൂളുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് ഏറ്റവും നല്ല രൂപത്തിൽ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രിയാത്മകമായ സമീപനം പുലർത്തുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു സംഘടന എന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സംഘടനയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ 4-ാം തീയതി തുറക്കുന്ന സമയത്ത് ഏത് സ്കൂളിൻ്റെ ചരിത്രത്തിലും രേഖപ്പെടുത്തുന്ന ഒരു പേരായി ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ പേര് മാറിയിട്ടുണ്ട്. ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു യുവജന സംഘടന എന്ന നിലക്ക് ഡിവൈഎഫ്ഐക്ക് തികച്ചും അഭിമാനിക്കാവുന്നൊരു മുഹൂർത്തമാണ് ഈ സ്കൂൾ തുറക്കുമ്പോഴും തൻ്റെ കയ്യൊപ്പ് അതിന് ചാർത്താൻ കഴിയുന്നു എന്നുള്ളത്. അങ്ങനെ സ്കൂളുകൾ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് തന്നെ വിവിധ കോളനികളും അതുപോലെ തന്നെ പൊതു സ്ഥലങ്ങളും എല്ലാം തന്നെ വിവിധ തലത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റികൾ ഇതിനകം ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്ലാക്കോട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് ഡിവൈഎഫ്ഐയുടെ AKG യൂണിറ്റും അതുപോലെ തന്നെ റെഡ് ബോയ്സ് ക്ലബ്ബുമാണ്. അവർ ഈ ദൗത്യം ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ഇവിടെ പൂർത്തീകരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. തുടർന്നും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് ഏറ്റവും അഭിമാനകരമായ രൂപത്തിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റിൻ്റെ നേതാക്കളെയും അതുപോലെ തന്നെ റെഡ് ബോയ്സ് ക്ലബിൻ്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും എല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി KR രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമുക്കറിയാം 2 മാസത്തോളം അടഞ്ഞു കിടക്കുന്ന സ്കൂളുകൾ പുതിയതായിട്ടുള്ള അധ്യയന വർഷം തുടങ്ങുമ്പോൾ അതൊന്ന് ശുചീകരിക്കാൻ സ്കൂൾ പരിസരവും മറ്റും ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ നടത്തുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പങ്ങാരപ്പള്ളി മേഖലയ്ക്കകത്ത് പ്ലാക്കോട് AKG യൂണിറ്റും അതുപോലെ തന്നെ റെഡ് ബോയ്സ് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഇന്ന് പ്ലാക്കോട് സ്കൂള് ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് ഷെരീൽ, ക്ലബ്ബ് സെക്രട്ടറി അരുൺ, യൂണിറ്റ് സെക്രട്ടറി അബി, വിനു, ജംഷീർ, അഭിഷേക്, അപ്പൂസ്, അനിൽകുമാർ, അശ്വിൻ, ബിനീഷ്, മണി, സൂര്യ, ശരത്, അഖിൽ, ശ്രീകുട്ടൻ, അജി എന്നിവരാണ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തത്. ഡിവൈഎഫ്ഐ AKG യൂണിറ്റിൻ്റെയും റെഡ് ബോയ്സിൻ്റെയും ആഭിമുഖ്യത്തിൽ സ്കൂൾ ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളമെമ്പാടും ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് തലങ്ങളുമായി ബന്ധപ്പെട്ട് മേഖലാ തലങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ കലാലയങ്ങളും അതിൻ്റെ പരിസരങ്ങളും പൊതുയിടങ്ങളുമെല്ലാം ശുചീകരണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. ഇവിടെ ഡിവൈഎഫ്ഐ AKG യൂണിറ്റും റെഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പൊതുസമൂഹത്തിനോടുള്ള ഞങ്ങളുടെ കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെയും കൂടി ഭാഗമായിക്കൊണ്ടാണ് ഈ പുലാക്കോട് LP സ്കൂള് ശുചീകരണമായി ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടുകാരോടും എല്ലാ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കാനുള്ളത്, മഴക്കാലവുമായി ബന്ധപ്പെട്ട് പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിഷയങ്ങളിലേക്കും പ്രളയത്തിൻ്റെയൊക്കെ സമാനമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം അവനവൻ്റെ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനോടൊപ്പം സ്വന്തം പരിസരങ്ങളും വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി കൂടിയും ഒപ്പം ഉണ്ടാവണമെന്ന് റെഡ് ബോയ്സ് ക്ലബിന് വേണ്ടി AKG യൂണിറ്റിന് വേണ്ടി കൂടിയും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. 2024-25 അക്കാദമിക വർഷത്തിലെ പുലാക്കോട് സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ
ഏറെക്കുറെയൊക്കെ പൂർത്തീകരിക്കാൻ സഹായിച്ചത് നമ്മുടെ DYFIയുടെ AKG ക്ലബ്ബും അതേപോലെ തന്നെ റെഡ് ബോയ്സും ഒക്കെ ചേർന്ന് PTA കമ്മിറ്റികളും എല്ലാവരും ചേർന്നിട്ട് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുവിധം ഒരുക്കങ്ങൾ കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കൾക്ക് കൊടുക്കാനുള്ള ബാഗുകളായാലും പുസ്തകങ്ങളായാലും ഒക്കെ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇനി വൈകുന്നേരമായാൽ ഞങ്ങൾക്ക് ഇവിടെ കൊടിതോരണങ്ങൾ തൂക്കുന്നതിനുള്ള ഒരു ഒരുക്കം കൂടിയാണ് പൂർത്തീകരിക്കാനുള്ളൂ. ബാക്കി എല്ലാ ഒരുക്കങ്ങളും കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അധ്യാപകരുടെയും PTAയുടെയും പൊതുപ്രവർത്തകരായ ക്ലബ്ബ് പ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു. CCV ന്യൂസ് ചേലക്കര.